പ്രിയപ്പെട്ടവരെ ഒന്നു കാണാൻ മനസ്സ് തുടിക്കുന്നവരാണ് പ്രവാസികൾ. പക്ഷേ നാട്ടിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റ് നിരക്ക് ആലോചിക്കുമ്പോൾ മനസ്സ് നിയന്ത്രിക്കുകയല്ലാതെ മാർഗമില്ല. എന്തായാലും പ്രവാസികൾക്കിപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. ടിക്കറ്റിന് ഏറ്റവും കുറഞ്ഞ നിരക്കാണ് വിമാന കമ്പനികൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ ഒമാനിൽ നിന്നുള്ള സർവീസുകൾക്ക് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. വരും ദിവസങ്ങൾ 29 ഒമാനി റിയാലിന് വരെ ടിക്കറ്റുകൾ ലഭ്യമാണ്. ഫെബ്രുവരി ആകുന്നതോടെ നിരക്ക് വീണ്ടും താഴും. എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെടെ കുറഞ്ഞ നിരക്കുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് സലാം എയറിൽ 29 റിയാലിന് ടിക്കറ്റ് ലഭിക്കും. 5 കിലോ ഹാൻഡ് ബാഗേജ് മാത്രമാണ് ഇതിൽ അനുവദിക്കുക. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ അടുത്ത ദിവസങ്ങൾ കോഴിക്കോട്ടേക്ക് 32 റിയാലാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ടിക്കറ്റ് നിരക്ക്. കൊച്ചിയിലേക്ക് 31 റിയാലും തിരുവനന്തപുരത്തേക്ക് 39.33 റിയാലും കണ്ണൂരിലേക്ക് 35.8 റിയാലുമാണ് ടിക്കറ്റ് നിരക്കുകൾ. എയർ ഇന്ത്യ എക്സ്പ്രസിൽ 20 കിലോ ബാഗേജ് കൂടി അനുവദിക്കുന്നുണ്ട്. ഇൻഡിഗോയും സർവീസുള്ള സെക്ടറുകളിലും സമാന നിരക്കുകളിൽ ടിക്കറ്റ് ലഭിക്കും. ഒമാൻ എയർ നിരക്കിലും നേരിയ തുക മാത്രമാണ് അധികമുള്ളത്. ഇന്ത്യയിലെ മറ്റു സെക്ടറുകളിലും കുറഞ്ഞ നിരക്കിൽ തന്നെ നിലവിൽ ടിക്കറ്റ് ലഭ്യമാണെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. കേരള സെക്ടറുകളിലേക്ക് കൂടുതൽ ബജറ്റ് വിമാനങ്ങൾ ലഭ്യമായത് ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ്, സലാം എയർ, ഇൻഡിഗോ എന്നീ വിമാന കമ്പനികൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ സർവീസുകൾ ഉള്ളതിനാൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കി യാത്രക്കാരെ ആകർഷിക്കാൻ വിമാന കമ്പനികളും ശ്രമിക്കുന്നു. ബജറ്റ് എയർലൈനുകൾ നൽകി വരുന്ന നിരക്ക് കുറഞ്ഞ ടിക്കറ്റുകൾ വരും മാസങ്ങളിലും തുടർന്നേക്കും. അവധിക്കാലം അവസാനിച്ചതോടെ പ്രവാസികൾ ഭൂരിഭാഗവും മടങ്ങിയെത്തി. ശൈത്യകാല യാത്രികർ ഇപ്പോഴുമുണ്ടെങ്കിലും വിമാനയാത്രക്കാരിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. ഇതും ടിക്കറ്റ് നിരക്ക് കുറയാൻ ഇടയാക്കി. റംസാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ സീസണും തുടർന്നുള്ള മാസങ്ങളിലെ അവധിക്കാലവും എത്തുന്നതോടെ വീണ്ടും ടിക്കറ്റ് നിരക്ക് ഉയർന്നേക്കും. ഇതിനാൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തു വെക്കുന്നവരും നിരവധിയാണ്. അതേസമയം നിലവിലെ സാഹചര്യം മുതലെടുത്ത് നാട്ടിലേക്ക് പോകുന്നവരും അവധി നേരത്തെ ആക്കുന്നവരും പ്രവാസി മലയാളികളിലുണ്ട്.